ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റീസ് ലൈഫ് സ്റ്റൈൽ. കുറേ നാളുകളായി ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുള്ള നല്ല തിരക്കായിപ്പോയി കേട്ടോ. അപ്പം ഓണം വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമ്മുടെ ചെന്നൈയിൽ എത്തിയതിന് ശേഷം 4ാമത്തെ ഓണമാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ട് ഒരു ചെറിയൊരു ഓണാഘോഷം. അപ്പം എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ഉത്രാട ദിനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ചെന്നൈയിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്കുള്ളൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. ഓണത്തിന് ആവശ്യമായിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ചെന്നൈയിൽ എവിടെ നിന്നാണെങ്കിലും കിട്ടും. അപ്പം രാവിലെ തന്നെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. അപ്പം നമ്മളിന്ന് ഇറങ്ങിയത് ഒരു 10 മണി ആയതിനു ശേഷമാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഫ്രഷ്നെസ് ഒട്ടും ചൊറാതെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം വെജിറ്റബിൾസ് വാങ്ങിക്കുകയാണ് ആദ്യത്തെ പ്ലാൻ. അങ്ങനെ വെജിറ്റബിൾ എല്ലാം വാങ്ങിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1-2 സാധനങ്ങൾ കിട്ടിയിട്ടില്ല, അത് വേറെ എവിടെ നിന്നെങ്കിലും നമുക്ക് വാങ്ങിക്കും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പൂ വാങ്ങിക്കാൻ ഇവിടെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കോയമ്പേടുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് പൂക്കളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ബൾക്കായിട്ട് പൂക്കൾ വാങ്ങിക്കാം. അപ്പോൾ ഈ കാണുന്ന പൂക്കളൊക്കെ കിലോ 50 രൂപ 40 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടുന്ന് വാരിക്കോരി കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞങ്ങൾ കുറേ പൂക്കൾ വാങ്ങിച്ചു. ഇത്രയും പൂക്കളൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് പൂക്കൾ, കുറേ ആവശ്യത്തിൽ കൂടുതൽ പൂക്കൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ പൂക്കളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു മഞ്ചാടിക്കുരു കണ്ടത് കേട്ടോ. ഈ മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ ഒരു മഞ്ചാടി മരം ഇവിടെ ഉണ്ട്. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആ ഒരു മഞ്ചാടി മരം നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതാരും ബോധറല്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്തിൽ ഒരുപാട് ഓർമ്മകൾ വരും. ഈ മഞ്ചാടി, കുന്നിക്കുരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഈ മഞ്ചാടി മരം ചെന്നൈയിൽ പലയിടത്തായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടല്ലോ ഇത്രത്തോളം പൂക്കളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 500 രൂപ അല്ലെങ്കിൽ 500 രൂപ താഴെ മാത്രമേ വരുള്ളൂ. അപ്പം കയറി വരുമ്പോഴാണ് എനിക്കുള്ളൊരു വെഡ്ഡിങ് സർപ്രൈസ് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അത് ഞാൻ പിന്നെ ഓപ്പൺ ആക്കാം. എന്തായാലും ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ കൊഴുന്തെന്ന് കേട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണ്. കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇത് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല മണമുള്ള ഒരു ചെടിയാണ്. ഈ ലോട്ടസിൻ്റെ ബഡ് നമ്മളൊരു 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നടുക്ക് വെക്കാൻ ലോട്ടസ് നല്ലതല്ലേ. അപ്പോൾ പൂക്കളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കലക്ക് ഇറങ്ങണം. അങ്ങനെ ഏർലി മോർണിംഗ് 7 മണിക്കാണ് കേട്ടോ. പൂക്കളമൊക്കെ നേരത്തെ ഇട്ടുകൊണ്ട് രാവിലെ തന്നെ പൂക്കളമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞാനിങ്ങനെ നോക്കി നടക്കായിരുന്നു. നല്ല രസമുള്ളൊരു പൂക്കളാണ്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സാമ്പാറാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാൻ പറ്റും. സോ അങ്ങനെ ഞാൻ ഫസ്റ്റ് സാമ്പാറും ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ, പായസം ആദ്യം ഉണ്ടാക്കി വെക്കും. കാരണം അവസാനം പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡായി പോകും. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ടെക്നിക്ക്. ഇതെപ്പോഴും സക്സസ്ഫുൾ ആവാറുണ്ട് കേട്ടോ. അങ്ങനെ പായസം ഞാൻ സേമിയ പായസവും പിന്നെ കടലപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ആദ്യം കഴിച്ചു. അപ്പോൾ നമുക്ക് കുറേ എനർജി കിട്ടും. അങ്ങനെ വിശന്ന് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടലപ്രഥമനാണ്, ഭയങ്കര ഈസിയാണ്. വെള്ളം തിളപ്പിക്കുക, അതിനകത്തോട്ട് ഈ മിക്സ് ഇടുക, ഇളക്കുക, 8 മിനിറ്റ് ഇളക്കുക. കടലപ്രഥമൻ ഈസി, നല്ല ടേസ്റ്റി ആയിരുന്നു, ഒരു കഷ്ടപ്പാടുമില്ല. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ കഴിച്ചാലോ.
All. You had payasam? No, it's okay. No. Why? ഇഷ്ടമല്ലേ? എന്താണ് ഇഷ്ടമില്ലാത്തത്? ഹാപ്പി ഓണം പറ. അപ്പം എല്ലാവരുടെയും ഓണം അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.